ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിലൊരു പുഡിങ്ങാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം പാലും പഞ്ചസാരയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരുന്നതിന് മുന്നേ ആയിട്ട് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ മിക്സ് ചെയ്ത കസ്റ്റാർഡ് പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു തിക്നെസ് വന്നു തുടങ്ങും. നല്ല തിക്കാവുന്നതിന് മുന്നേ കുറച്ചൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു ആവശ്യത്തിനുള്ള തിക്നെസ്സിലേക്ക് അതിന് മാറ്റാം. അപ്പോൾ നല്ല ഇങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ച് പോകും, ചിലപ്പോൾ അടി കരിഞ്ഞു പോകുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ബേസായിട്ട് ഞാനിവിടെ ഒരു ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നല്ല കുറുകുന്നതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള ആ മിക്സ് ഒന്ന് ആ ബിസ്ക്കറ്റിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബേസ് ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം ചൂടാറുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മിക്സ് ഒഴിക്കുക. എന്നിട്ട് തണുപ്പിച്ച് കഴിക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ ആയതിനു ശേഷം ഒന്ന് തണുപ്പിച്ചിട്ട് പിന്നെ ബ്രെഡ്, ഇവിടെ ഒരു 3 സ്ലൈസ് ബ്രെഡ് നിന്ന് അത് ആ മിക്സിൽ ഒന്ന് മുക്കി കൊടുത്തിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ ഈ ബ്രെഡിൻ്റെ ഓപ്ഷൻ വേണമെങ്കിൽ ഒഴിവാക്കാം. ഡയറക്റ്റ് ആ മിക്സ് അങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രീസ് ചെയ്യാം. ഞാനിപ്പോൾ അത് ഫ്രീസ് ചെയ്തിട്ടില്ല, കാരണം എല്ലാവർക്കും തണുപ്പൊക്കെ ആയതുകൊണ്ട്, ചുമയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ ചെയ്തത്. ഒന്നുകൂടി നല്ല ജെല്ലി ആ ഒരു ടൈപ്പിലാവണമെന്നുണ്ടെങ്കിൽ നേരെ ഫ്രിഡ്ജിൽ വെക്കാം. മുകളിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ ഗാർണിഷ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഈത്തപ്പഴമൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്ത് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്, നല്ല ഫ്ലഫിയാണ്.